ചുഞ്ഞൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാനും ചുഞ്ഞും കൂടി രാവിലെ തന്നെ എങ്ങോട്ടോ ഒരുങ്ങി നിക്കണേന്നല്ല നിങ്ങൾ ചിന്തിക്കണേ. അപ്പൊ ഇന്ന് ചുഞ്ഞുവിന്റെ സ്കൂളിലേക്ക് പോട്ടോ. എന്താ പരിപാടി വെച്ചാല് ചുഞ്ഞുവിന്റെ സ്കൂളില് ഇന്ന് ആർട്സ് ഫെസ്റ്റ് ആണ്, അതായത് KG ഫെസ്റ്റ് ആണ്. അപ്പൊ KG ഫെസ്റ്റിൽ ചുഞ്ഞു ഡാൻസിന് കൂടിയിട്ടുണ്ട്. എന്താവും എന്നൊന്നും അറിയത്തില്ല, എന്നാലും ചുഞ്ഞു ഡാൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് എങ്ങോട്ട് പോഞ്ഞോ? അതായത് വലിയ സ്കൂളിലേക്ക് പോവാണ് ഞങ്ങൾ ഡാൻസ് കളിക്കാനായിട്ട് ഇന്ന് പരിപാടിയായിട്ട്. അപ്പോൾ ബേബി ഇതായിരിക്കണം, ബേബീനെ കൊണ്ടുപോകണില്ല കേട്ടോ. ബേബി അമ്മയും കൂടി ഇവിടെ നിൽക്കാതെ പറഞ്ഞു. ഞങ്ങളെല്ലാവരും കൂടി പോവാന്നാണ് വിചാരിച്ചത്. പക്ഷെ ബേബീനെ ഈ വെയിലത്ത് കൊണ്ടുപോയാൽ 8ൻ്റെ അല്ല 16ൻ്റെ പണി കിട്ടുമെന്ന് വിചാരിച്ചിട്ട് അവരെ കൊണ്ടുപോകണില്ല. അപ്പം ഞാനും ചുഞ്ഞു മാത്രമേ പോകുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ പോവാൻ നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ മമ്മിയെ പോയിട്ട് വരാം കേട്ടോ. ടാറ്റ. അനുഗ്രഹിക്കുക, എന്നെ അനുഗ്രഹിക്കണം, ചുഞ്ഞുവിനെ അനുഗ്രഹിക്കണം. അപ്പൊ ടാറ്റ. അപ്പോൾ ഞങ്ങൾ പോകാൻ ഇറങ്ങിയപ്പോൾ ബേബിയും കൂടി അവിടെ ഗേറ്റിൻ്റെ അവിടെ വന്ന് നിൽക്കുക. അപ്പോൾ അവർക്കും കൂടെ വരണമെന്നും പറഞ്ഞിട്ട് ഭയങ്കര വിളിയായിരുന്നു എന്നെ. പേരാട്ടോ വിളിക്കുക, അച്ചുതീ അച്ചുതീ എന്നങ്ങനെ വിളിക്കും കൊണ്ടുപോകാൻ പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ പേരും കൂടി ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ പോവാൻ ഇറങ്ങിയിട്ടോ. ഞങ്ങൾ പോണത് ബസ്സിന് പോവാമെന്ന് വിചാരിച്ചു. കാരണം പപ്പ ഇല്ല ഇവിടെ, പപ്പ പണിക്ക് പോയിരിക്കുകയാണ്. പപ്പയ്ക്ക് ഇന്ന് പണിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനും ചുഞ്ഞും കൂടി ബസ് ഏരിയ പോയത്. കറക്റ്റ് സ്കൂളിൽ പോകുന്ന ടൈമായിട്ട് ബസ്സിൽ ആയിരുന്നു കേട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു ബസ്സിൽ. അപ്പോൾ പിന്നെ ബസ്സിൽ പോണ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. രാവിലത്തെ ടൈം ഒരു 8 മണി തൊട്ട് ഒരു 9 മണി 9:15 വരെ ലൈൻ ബസ്സിൽ നല്ല തിരക്കാണല്ലോ. പിന്നെ ഞങ്ങൾ ഇടയ്ക്കൽ എത്തിയിട്ട് ഓട്ടോ വിളിച്ചിട്ട് ഞങ്ങൾ നേരെ സ്കൂളിലേക്ക് എത്തിയിട്ടോ. ഇല്ലെങ്കിൽ ഞങ്ങൾ കറക്റ്റ് ടൈമിങ്ങിന് ഒരുങ്ങി തീരൂല എന്ന് പേടിച്ചിട്ട് ഞങ്ങൾ ഓട്ടോ വിളിച്ചിട്ടാണ് ഇടയ്ക്കലെന്ന് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി, സ്കൂളിലെത്തിയിട്ടോ. സ്കൂളിലെത്തിയതിന് ശേഷം നേരെ മിസ്സുമാരുടെ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ തന്നെ സ്കൂളിലെ ടീച്ചർമാർ ആ ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ മിസ്സുമാരോട് കാര്യങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷം ഒരുങ്ങാനുള്ള റൂം എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ മിസ്സ് ഒരു റൂം കാണിച്ചു തന്നു. അപ്പോൾ ഞാനും ചുഞ്ഞും കൂടി മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ടീച്ചറുടെ അടുത്ത് ചോദിച്ചതിന് ശേഷം ആ റൂമിലേക്ക് പോവുക കേട്ടോ. ഇത് ഞങ്ങൾ മിസ്സിൻ്റെ അടുത്ത് ഡീറ്റെയിൽസ് ഒന്നും കൂടി ചോദിക്കുകയായിരുന്നു, എങ്ങനെ ചെസ്റ്റ് നമ്പർ വിളിക്കുമോ അങ്ങനത്തെ കാര്യങ്ങളും ഒന്നും കൂടി കൺഫേം ആക്കാൻ. വേറെ പ്രോഗ്രാമും കൂടി ഉണ്ട് ചുഞ്ഞുവിന്, അതിനി നാളെ കേട്ടോ. 2 ദിവസത്തെ പരിപാടിയാണ്. ഒരു ദിവസം ഡാൻസും ഒരു ദിവസം വേറെ പ്രോഗ്രാമാണ്, ആക്ഷൻ സോങ്ങിന് ഇംഗ്ലീഷിനും കൂടി ഉണ്ട് ചുഞ്ഞു. അത് നാളത്തെ കാര്യം. അപ്പോൾ മിസ്സ് അങ്ങനത്തെ കാര്യങ്ങൾ ക്ലിയർ ആക്കി പറഞ്ഞു തരാം കേട്ടോ. അതിനുശേഷം ഞങ്ങൾ ഒരുങ്ങാൻ വേണ്ടിയിട്ട് നേരെ റൂമിലേക്ക് പോവാം. റൂമിലേക്ക് മീൻസ് ക്ലാസ് റൂമാട്ടോ. ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം സത്യം പറഞ്ഞാൽ ഒന്നൊന്ന് പേടി ഉണ്ടായിരുന്നു. കാരണം വെച്ചാൽ വേറെ ആരും കൂടെ ഇല്ല. അവിടെ ക്ലാസ് റൂമിൽ പോയപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യം വേറെ കുട്ടികൾ ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ആരും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഒരുങ്ങി തുടങ്ങിയപ്പോഴാണ് ഒരു കുട്ടി വന്നത്. അപ്പോഴാണ് പിന്നെ ഒരു ആശ്വാസം, ഒരാളും കൂടി ഉണ്ടല്ലോ വിചാരിച്ചു. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് ഒരുങ്ങാൻ അങ്ങോട്ട് കയറി. ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ അവിടെ കുട്ടികളെ പ്രോഗ്രാംസൊക്കെ ഏകദേശം തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മാപ്പിളപ്പാട്ട് അങ്ങനെ കുറച്ച് കുട്ടികളുടെ KG ഫെസ്റ്റ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പാട്ട് പാടലൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഡാൻസ് തുടങ്ങുക എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പിന്നെ വേഗം വന്ന് ഒരുങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ പേടിയുണ്ടായിരുന്നു നല്ലോണം. അപ്പോൾ ഞങ്ങൾ സകലമാന ദൈവങ്ങളെയും വിളിച്ചിട്ട് നമ്മുടെ അങ്ങനെ പരിപാടി എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. എന്താ വെച്ചാൽ മേക്കപ്പും കോസ്റ്റ്യൂമും ഇടലും നമുക്ക് ഏറ്റവും കൂടുതൽ വലിയൊരു ടാസ്ക് തന്നെയായിരുന്നു ഈ മേക്കപ്പ് ഇടുക എന്ന് പറയുന്നത്. ഡ്രസ്സൊക്കെ ഞാൻ എങ്ങനെയെങ്കിലും ഒപ്പിക്കും, പക്ഷെ മേക്കപ്പ് പറയണത് നല്ലൊരു ടാസ്ക് തന്നെയായിരുന്നു. എന്തായാലും വേണ്ടിയില്ല, സകലമാന ദൈവങ്ങളെ വിചാരിച്ചിട്ട് അവിടെ മേക്കപ്പ് ചെയ്ത് തുടങ്ങിയപ്പോഴത്തേന് ന്യൂസിൻ്റെ സെയിം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയും കൂടി കമ്പനിക്ക് വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾ കുറച്ച് നേരം അവരോടുത്ത് വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം വെച്ചാൽ അവർക്കും അറിയില്ല നമുക്കും അറിയില്ല സംഭവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. നമ്മളുടെ ഒരു കമ്മട്ടത്തിനൊക്കെ അങ്ങോട്ട് ചെയ്യുക തന്നെ. പിന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് പ്രൊഫഷണലായിട്ടൊക്കെ തോന്നാം കേട്ടോ. പക്ഷേ സംഭവം ആദ്യമായിട്ടുള്ള പരിപാടിയാണ്. ഇപ്പോൾ ഇതാണ് ചുഞ്ഞൂസിൻ്റെ ഏകദേശം ഒരു രൂപം.
ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ചുഞ്ഞൂസിൻ്റെ ഫൈനലായിട്ടുള്ള ഒരു ഫോട്ടോയും കൂടി ഞാൻ ഇട്ട് തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം ചുഞ്ഞൂസിൻ്റെ മേക്കപ്പും കാര്യങ്ങളും എങ്ങനെയുണ്ട് എന്നുള്ളത്, അടിപൊളിയായിട്ടുണ്ടോ, നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാമോ എന്നുള്ളതൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എങ്ങനെയുണ്ട് എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ മേക്കപ്പൊക്കെ ചെയ്ത് ഒരുക്കുന്നത്. പണ്ട് നമ്മൾ ചെറുപ്പത്തിൽ കളിച്ചതിൻ്റെ ഒരിതൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് മേക്കപ്പൊക്കെ ചെയ്ത് കൊടുത്തതാട്ടോ. ഏതായാലും നിങ്ങൾ എന്താണെങ്കിലും കമൻറ്റ് പറയണം, രസമുണ്ടോ എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പം ഏകദേശം മേക്കപ്പൊക്കെ ചെയ്തു. പിന്നെ ചുഞ്ഞൂസിൻ്റെ ഒരുക്കണ കാര്യത്തിൽ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് എനിക്ക് തോന്നിയത് മുടി കെട്ടല. കാരണം മുടി ഷോർട്ട് ഹെയർ ആയതുകൊണ്ട് നമ്മൾ വിചാരിച്ച മാതിരി ഒരു തലയ്ക്ക് പിടിക്കുമ്പോൾ ഒരു തല. അപ്പോൾ നമ്മുടെ ചുഞ്ഞൂസിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. എങ്ങനെയുണ്ടെന്ന് പറയണേ. എനിക്ക് സത്യം പറഞ്ഞാൽ ഫൈനലായപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല ഭംഗിയുണ്ടായിരുന്നു ചുഞ്ഞൂസിനെ കാണാൻ, എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇതാണ് നമ്മളെ സ്റ്റേജ്. ഏകദേശം പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്. അവിടെ ടീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ നമ്മളെ മക്കൾസ് വലിയ കുട്ടികൾക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ കറക്റ്റ് ഡാൻസ് പരിപാടി ആയപ്പം സ്റ്റേജിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. ചുഞ്ഞു പേടിയുണ്ടോ? ചിരിച്ചു കളിക്കണം കേട്ടോ. സൂപ്പറല്ലേ? പൊളിയല്ലേ? പിന്നെ ഞങ്ങൾ ഒരുങ്ങിയിട്ട് നേരെ സ്റ്റേജിൻ്റെ അവിടേക്ക് ചെന്നു. മിസ്സ് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. കാരണം നമ്പറൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. സ്റ്റേജിൽ കയറാനുള്ള ഞങ്ങൾ മൂന്നാമത്തേതായിരുന്നു. പക്ഷെ രണ്ടാമത്തെ കളിച്ചത് ഒരു കുട്ടി വന്നിട്ടില്ല. അങ്ങനെ ഞങ്ങളുടെ ചുഞ്ഞൂസിൻ്റെ ഡാൻസ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പോന്നു കേട്ടോ. പോന്നപ്പോൾ ചുഞ്ഞു ചാടിയൊക്കെ ഞങ്ങൾക്ക് ചുഞ്ഞുവിന് ഭയങ്കര വിശപ്പ്. അപ്പോൾ നമ്മൾ ചുഞ്ഞൂസിന്
അവിടെ ഇടയ്ക്കരെത്തി സ്റ്റാൻഡിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഡ്രസ്സ് വാടകയ്ക്കൊക്കെ കൊടുത്തതിന് ശേഷം ഞങ്ങൾ കഴിക്കാൻ പോയിട്ടോ. അപ്പോൾ നമ്മൾ ചുഞ്ഞിപ്പെണ്ണിന് അവിൽ മിൽക്ക് വേണമെന്ന് പറഞ്ഞു. പക്ഷേ വാങ്ങിക്കൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കഴിച്ചത് മൊത്തം ഞാനായിപ്പോയി. കാരണം ചുഞ്ഞൂസ് അങ്ങനെ അധികം കഴിക്കലില്ല. അപ്പോൾ ഞങ്ങൾ ഒരു ജ്യൂസും ഒരു അവിൽ മിൽക്കും മേടിച്ചു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഷെയർ ചെയ്തിട്ട് കഴിച്ചു. അങ്ങനെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോന്നു. തക്കരുവേ അതിന് പോന്ന് എന്ത് അങ്ങനെ ഞങ്ങളെത്തി പരിപാടിയും കഴിഞ്ഞ് ചേച്ചി. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കൂടുതൽ കമൻറ്റും ചെയ്യുക. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.